1930 ശേഷം അങ്ങോട്ട് എത്ര രൂക്ഷമായ പോരാട്ടങ്ങൾ, എത്ര ശക്തമായ സമരങ്ങൾ നടന്നിട്ടായിരിക്കണം ആ സ്വാതന്ത്ര്യം സാധ്യമാകുന്നത് 47-ൽ. അതായത് 17 വർഷം കഴിയുമ്പോഴത്തേക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ്. 2050 വരെ ഭരിക്കാമെന്ന് സ്കോട്ട്ലൻഡ് യാർഡ് പറഞ്ഞതാണ്. പക്ഷേ 17 വർഷം കഴിഞ്ഞപ്പോഴേക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ്. അപ്പോൾ ആ പോരാട്ടമാണ് ആ അവസാന ഘട്ടത്തിൽ, അതായത് 47 തൊട്ട് മുമ്പുള്ള 30-നും 47-നും ഇടയ്ക്കുള്ള ആ കാലഘട്ടം. അത് 30 ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതിന് മുമ്പായിരിക്കും. അതായത് ഈ ഭഗത് സിംഗിൻ്റെയൊക്കെ ഒരു തീവ്രമായ പോരാട്ടം ഒക്കെ തുടങ്ങുന്ന 20കൾ തുടങ്ങി ആ ശക്തമായ പോരാട്ടം അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒടുവിൽ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. അതിൽ രണ്ട് തരത്തിൽ ഇതിനെ ആലോചിക്കാം. ഈ കോളനി വാഴ്ച എന്നുള്ളത് രാജ്യം എന്ന നിലയ്ക്ക് രൂപപ്പെടാൻ ഇന്ത്യക്ക് പ്രയോജനം ചെയ്തു. കാരണം അതിനു മുമ്പ് 560 നാട്ടുരാജ്യങ്ങളായി നിലനിന്ന ഒരു സംവിധാനം മാത്രമാണിത്. ഒരു കാലത്തും ഇന്ത്യ എന്നത് ഈ മിത്തുകളിലല്ലാതെ ഈ അഖണ്ഡ ഭാരത് എന്നുള്ള ഒരു സാധനം ഉണ്ടായിട്ടില്ലല്ലോ. ചരിത്രത്തിലില്ല. അങ്ങനെ മിത്തുകളിലുണ്ട്, ചരിത്രത്തിലില്ല. പക്ഷേ അങ്ങനെ ഒരു സംഗതി രൂപപ്പെടാൻ കാരണമായി. കാരണം സാംസ്കാരികമായി, വിശ്വാസപരമായി ഒക്കെ ചേർന്ന് നിൽക്കുന്ന ധാരാളം ഘടകങ്ങളുണ്ടായിരുന്നു. ഭാഷാപരമായി ഇതിന് സമാന്തരമായി വ്യത്യസ്തങ്ങളായ ഭാഷകൾ നിലനിൽക്കുമ്പോഴും ഒരു പ്രാകൃതവും സംസ്കൃതവും ഒക്കെ പല വഴിക്ക്, ഇങ്ങനെ തമിഴുമൊക്കെ പല വഴിക്ക് സഞ്ചരിച്ച് സാംസ്കാരികമായി ഒരു ഐക്യപ്പെടൽ പലതരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് പല പടയോട്ടങ്ങളൊക്കെ അതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനത്തെ ഒരു രാഷ്ട്ര രൂപത്തിൽ 47-ൽ നമുക്ക് കയ്യിലേക്ക് കിട്ടുകയാണ്. അന്ന് ഈ പറയുന്നത് പോലെ വിഭജനം എന്നത് ആ ഘട്ടത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും, അതായത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിഭജനമാണ് ആ സമയത്ത് സംഭവിക്കുന്നത്. അതല്ലാതെ മറ്റൊരഖണ്ഡ ഭാരതത്തിൽ. കാരണം അവിടെയൊക്കെ പല പല നാട്ടുരാജ്യങ്ങളുണ്ടല്ലോ. അത് നമ്മൾ ആലോചിക്കുന്നേ ഇല്ല, അതെല്ലാം അങ്ങ് വിട്ടുകളയാണ്. അവിടെ നിന്നൊരു രാഷ്ട്രം രൂപപ്പെടുന്നു എന്നുള്ളതാണ്. ആ രാഷ്ട്രം ഉണ്ടാകുമ്പോൾ ആ രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് അതെങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുക. അന്നത്തെ രാഷ്ട്ര നേതാക്കൾക്ക് എങ്ങനെ ഇങ്ങനെ ഒരു സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു? ഇങ്ങനെ ചെതറിത്തെറിച്ച് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ തിരുവിതാംകൂർ, സനീഷ് ഇന്ത്യയുടെ ഭാഗമായിട്ട്, ഞാൻ തിരുവിതാംകൂറിലെ പ്രജയായിട്ട് കഴിയേണ്ട ആളുകളാണ്. രണ്ട് രാജ്യങ്ങളായിട്ട് കഴിയേണ്ട. അന്നത്തെ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് ഇവർ ആലോചിച്ച മട്ടിലൊക്കെ കാര്യങ്ങൾ നടന്നിരുന്നെങ്കിൽ ഇവിടുന്ന് തിരുവിതാംകൂറിൽ നിന്ന് ഞങ്ങൾ തോറിയം റൂസ്വെൽറ്റിന് കയറ്റി അയച്ചിട്ട് അവിടെയാണ് അണുവായുധം ഉണ്ടാക്കാൻ സഹായം കൊടുത്തിട്ട്, അതെ, പാസ്പോർട്ട് എടുത്ത് യാത്ര ചെയ്യേണ്ടി വന്നില്ല. ഞങ്ങളങ്ങനെ വേറെ UK-യുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ള ഒരു ഹിന്ദു രാഷ്ട്രമായി ഞങ്ങൾ തിരുവിതാംകൂർ നിലനിന്നേനെ. അത് മാറിപ്പോയി. അതായത് അതിനെയൊക്കെ പിടിച്ചു നിർത്തുന്നത് ഈ സർദാർ വല്ലഭഭായ് പട്ടേലിനെ പോലെ, ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഗംഭീരരായ നേതാക്കന്മാരല്ലേ ഇതിനെയെല്ലാം പിടിച്ചു നിർത്തിയത്, അങ്ങനെ കൊണ്ടുപോയത്. അങ്ങനെ ഒരു രാഷ്ട്രം എന്തിനെയെല്ലാം അതിജീവിച്ചു.